തൊണ്ണൂറ് ഞാൻ പറഞ്ഞിട്ടില്ല. 90 ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്. അത് രണ്ടും രണ്ടല്ലേ. 90-ൽ കൂടുതൽ സീറ്റോടുകൂടി കഴിഞ്ഞ 2 പ്രാവശ്യവും കിട്ടിയതുപോലെ ഇപ്രാവശ്യവും അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ അതുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതിൽ അതില്ലല്ലോ. അതെ, അതിന് 90 ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വിശദീകരണം നടത്തുന്ന കാര്യം എന്തായാലും. ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ധാരണ, ഭാഷ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എത്രത്തോളം ഉണ്ടോ ആ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. 90-ന്റെ മേലെ, 90-ന് മുകളിൽ. അത് 2 പ്രാവശ്യം അങ്ങനെയാണോ? 2021 തെരഞ്ഞെടുപ്പിൽ അതിനായിരുന്നു, 2016 തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു. 90-ൽ കൂടുതൽ സീറ്റ് നേടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. ഇപ്രാവശ്യവും അതേപോലെ അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല. ബി.ജെ.പിക്ക് ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ. തിരിച്ചടി അല്ല, അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണല്ലോ ഞങ്ങൾ അവിടെ ജനങ്ങളെ, ഞാൻ നേരത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചില്ല, ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തില്ലോ. ഈ എരിപുരി കൊള്ളുന്ന വെയിലത്ത് ഞങ്ങളുടെ സഖാക്കൾ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ പല പ്രാവശ്യം അവർ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള കള്ള നുണ പ്രചരണത്തെയും അഭിമുഖീകരിച്ചത് ഞങ്ങളുടെ 10,000-കണക്കിന് സഖാക്കളുടെ നാപ്പുകൊണ്ടാണ്. അത് ഓരോരുത്തരും വീട് കയറിയിട്ട് തന്നെയാണ്. മണ്ഡലം കമ്മിറ്റി മെമ്പർമാരും ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഉൾപ്പെടെ ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തകരാകെ പല പ്രാവശ്യങ്ങളിലായിട്ട് വീട് കയറി അവരോട് സംസാരിച്ച് കൃത്യതയോടുകൂടി ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ടുള്ളവരോടാണ് ഞാൻ ആദ്യം നന്ദി പറഞ്ഞത്. അവരെയാണ് ഞാൻ അഭിവാദ്യം ചെയ്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം സംഘടനാപരമായിട്ട് കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ അടക്കം ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നാണ് UDF ഒരു കണക്കാവും. 3 സീറ്റിലപ്പുറത്തേക്കാൾ പറഞ്ഞ അത് അവകാശമാണ്. അതാണല്ലോ വനവാസത്തിലേക്ക് പോകുന്നൊക്കെ അദ്ദേഹം പറയുന്നത്. 100 സീറ്റ് 100+ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, രാഷ്ട്രീയ പ്രവർത്തനമാണ്, അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷമിച്ചോളൂ. ആ പറഞ്ഞതെല്ലാം വെച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ അതേപോലെ നടക്കണമെന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDF-ന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രതിപക്ഷ ഞാനൊന്നും കൊണ്ട പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ അതിൻ്റെയൊക്കെ തർക്കം പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. വസ്തുനിഷ്ഠമായിട്ട് ആരാണ് കേരളം ഭരിക്കുക എന്നുള്ളത് 9-ാം തീയതി തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോട് നമ്മളെ മനസ്സിനെ പൊരുത്തപ്പെടുത്തുന്ന പണി മാത്രമേ 4-ാം തീയതി ഉള്ളൂ. അതിനിടയിൽ അവലോകനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ വ്യക്തമായ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ ഈ നിർജീവ വോട്ടുകൾ നീക്കി SIR ഗുണം ചേരുന്നതാണോ? വളരെ സംശയത്തോടെ കണ്ടതാണ്. അല്ല, സംശയത്തോടെ കണ്ടത് ഇപ്പം നീക്കാനായിട്ടില്ല. കാരണം നിരവധി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. 47,647 വോട്ട് തിരുവനന്തപുരത്ത് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം പോയത് തന്നെയല്ലേ. അത് എല്ലാം നിർജീവമായിരിക്കില്ല, നിർജീവ വോട്ടും ഉണ്ടാവും. പക്ഷെ നിർജീവ അല്ലാതെ വോട്ട് ഉണ്ടായിട്ടും പോളിംഗ് യഥാർത്ഥത്തിൽ ശതമാനമല്ല, പോളിംഗിന്റെ എണ്ണം, നമ്പർ ഓഫ് വോട്ട്സ് വർദ്ധിച്ചില്ല. അതാണ് ചിത്രം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളൊക്കെ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഒരേപോലെ കേരളത്തിലുടനീളം ഉണ്ടായി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല. അവര് ഒരു കാര്യമുണ്ട്, ഈ SIR പ്രശ്നം വന്നപ്പോൾ എന്തായാലും വോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വാശി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ UDF-ന് അനുകൂലമായിട്ടാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കഴിയില്ല. എങ്ങനെയാ അവകാശപ്പെടാനോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാറ്റേൺസ് ഉണ്ടായിരുന്നു. മുഴുവൻ സീറ്റുകളും UDF കിട്ടും സാധ്യതയുണ്ടായിരുന്നു. അത് ആവർത്തിക്കുമോ? അതെല്ലാം അത് ആവർത്തിക്കില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല അതുണ്ടായതെന്ന്.
പക്ഷേ ഈ എംഎൽഎമാർ ഒരുപാട് പേര് എംഎൽഎമാർ മത്സരിച്ചത് ഈ വ്യക്തിഗത മികവ് അത്തരം കാര്യങ്ങൾ കൂടിയാണ്. അതെല്ലാം കൂടി ചേർത്തിട്ടില്ലേ ഞാൻ ഈ പറഞ്ഞ വിജയം നേടുന്നത്. വലിയ വലിയ വിജയം നേടുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 90 സീറ്റിൽ കൂടുതൽ സീറ്റോടുകൂടി അടുത്ത പഞ്ചായത്ത് മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ MLA-മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ജയിച്ച് കയറുന്നു തന്നെയല്ലേ? അതിലെന്താ സംശയമുള്ളത്? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല ഗവൺമെൻറ് തുടരണമെന്നാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അത് കൃത്യമായിട്ട് ഫീൽഡിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, ജനങ്ങളുമായിട്ട് സംവേദിച്ചവർക്ക് മനസ്സിലാവും. ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി മുതൽ തന്നെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വീടുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കയറിയിട്ടുണ്ട്. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊന്നുമല്ല, നിരവധി പ്രാവശ്യം കയറിയിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരോട് സംവേദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്, ധാരണകളുണ്ട്. അവരൊന്നും ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല എന്ന് മാത്രമല്ല ഈ ഗവൺമെൻറ് തുടരേണ്ടതാണ് എന്നുള്ളതിനാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗം, അധ്വാനിക്കുന്ന സാധാരണ ജനവിഭാഗം, അവരെല്ലാം ഈ ഗവൺമെൻറ്റിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് വോട്ടിങ്ങിലും ശരിയായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. ജനപ്രിയ എംഎൽഎമാരും കാലങ്ങളായി ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഒരു കടുത്ത മത്സരത്തിന്റെ പ്രതീതി വന്നത് പിന്നെ എങ്ങനെയാണ്? അല്ല, മത്സരം വരാതിരിക്കില്ലല്ലോ, മത്സരം സ്വാഭാവികമല്ലേ. ഒരു മത്സരം തന്നെ അപ്പുറത്തേക്ക് ഒരു മത്സരം കടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത്? ഇല്ല, കടുക്കുന്ന രീതിയിലൊന്നും പോയിട്ടല്ലേ ഈ പറയുന്നത്. ആ മത്സരത്തിന്റെ എല്ലാം കടുപ്പം മനസ്സിലാക്കിയിട്ടാണല്ലോ ഇപ്പം പറയുന്നത്. മത്സരം ഇല്ലല്ലോ, നല്ല മത്സരം നടന്നിട്ടുണ്ട്. മത്സരം നടന്നിട്ട് തുടർച്ചയിലാണ് ഞങ്ങൾ ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ CPI വിട്ടുപോയ ആളുകൾ മത്സരിച്ച കളിപ്പുറം ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മണ്ഡലവും ജയിക്കൂല. നല്ല മത്സരമുള്ളതായിട്ട് ഒരു മണ്ഡലത്തിലും അവർ ജയിക്കില്ല. മത്സരം നടന്നു. എന്താ ഈ കടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ മലയാളത്തിലല്ലേ ഞങ്ങളോട് സംസാരിക്കും, പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. ജയിക്കൂലെന്നല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെന്താ കടുപ്പം? ഒരു മത്സരവും ഇല്ല. ആട്ടെ, ഭൂരിപക്ഷം ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. അതെ, നിങ്ങൾക്ക് എന്ത് പറഞ്ഞു വ്യാഖ്യാനിക്കുക, വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു പഠിച്ച കുറെ ആളുണ്ട്, എന്ത് കിട്ടാൻ. പക്ഷേ ഈ KPC ശേഷം സമൂഹ മാറ്റങ്ങളിൽ ഇത് നിങ്ങൾ ചെയ്തല്ലേ? അതെ, അതിന് ഞാൻ ഉത്തരം പറയണ്ടേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അത്ര തന്നെ. നിങ്ങൾ എഴുതിയ മാനസികമായി കണക്ക് കൂട്ടണമെന്ന് എനിക്ക് മറുപടി പറയാനില്ല. ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ വിമതമായിട്ട് നിന്ന് മത്സരിച്ച എല്ലാ നിയോജക മണ്ഡലത്തിലും വിമതന്മാർ തോക്കും. വിമതന്മാരില്ല, അവിടെ UDF ആണുള്ളത്. UDF തോക്കും. അത് പറഞ്ഞാലേ. അസംബന്ധം പറയുന്നതാണ്. അതിന് വേറെ വർത്താനൊന്നുമില്ല. ഞാൻ വാർത്താ സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും യോഗത്തിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താ കുഴപ്പമുള്ളത്? റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. അതിലാണ് ഞങ്ങൾ പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. അത് നിയമപരമായ പ്രശ്നമല്ല, അത് പോയി കയറി ചോട്ടെ. എല്ലാം പരിശോധിച്ചില്ല, അതെല്ലാവരും കേക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് പങ്കെടുക്കുന്നതിന് വേറെ എന്താ നോക്കേണ്ട കാര്യമുള്ളത്? അതായത് കേരളത്തിൽ പിന്നെ എന്താ സംശയം? ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. അത് ഇന്നലെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം പോലീസ് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ കയ്യിൽ അത് ഒന്നുമില്ലെങ്കിലും കേസല്ലോ. എത്ര വയസ്സ് എത്ര ആദ്യത്തെ കേസാണോ ഇത്? എത്രയൊക്കെയോ കേസ്, ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ കേസ് അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് കേസ് വരുമ്പോൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന സൈസുകൾ നമ്മളൊന്ന് ഒക്കെയാ വിചാരിച്ചിട്ടുള്ളത്. പ്രായപൂർത്തി ആയിട്ടുണ്ട് എന്ന് അപക്വമായ ഇടപെടലാണ്. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും, അച്ഛനും കൂടിയാ പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവിടെയുള്ള രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള രേഖ എന്ന് പറയുന്നത് 2 പ്രധാനമായിട്ടുള്ളത്. ആധാറാണ് ഒന്ന്, മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്ന പാൻ കാർഡാണ്. ഇതിലൊക്കെ ഒരേ ഡേറ്റ് ആണുള്ളത്. അത് 5-ാമത്തെ വയസ്സിലെടുത്ത ആദ്യത്തെ ഈ രേഖയാണുള്ളത് അവരുടെ കയ്യിൽ. ഒക്കെ അവർ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ
അവർക്ക് അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധിച്ചതാണ്. അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കമില്ല. പട്ടികജാതിയാണോ പട്ടിക വർഗമാണോ? വർഗ കമ്മീഷനാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു നടപടി അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി നടപ്പിലാക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കതിൽ യാതൊരു സംശയമില്ല. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടിയാണ് കേട്ടോ. സംഘപരിവാറാണ് ഇതിന്റെ പിന്നിൽ. ഇങ്ങനെ കല്യാണം കഴിക്കുന്നതന്നെ അവർക്ക് അത്ഭുതമാണ്. അവർക്ക് ഇവിടുത്തെ ഇപ്പൊ തന്നെ ഭയങ്കര ഭീഷണിയുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ വന്നു പോലീസ് സ്റ്റേഷനിൽ പോയി അവരുടെ അംഗീകാരത്തോടു കൂടി ക്ഷേത്ര കമ്മിറ്റിയായി ബന്ധപ്പെട്ടു. ക്ഷേത്രത്തിൽ വിവാഹിതരായി. അവരെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരി എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. അതിലൊന്നും ഇവരാരെങ്കിലും സംഘപരിവാറോ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളെല്ലാം മാളത്തിലിങ്ങനെ ഒളിക്കും എന്ന തെറ്റിദ്ധാരണയൊന്നും അവർക്ക് ഉണ്ടാകണ്ട. വളരെ ശരിയായ നിലപാട് തന്നെയാണ്. അത് ഇനിയും തുടരും. ഇതേപോലെ ഉള്ളതിനെയൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ശരി. നിങ്ങളൊക്കെ പലതും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ, നിയമമണ്ഡലത്തിൽ അടുത്ത പോലെ തിരുവണ്ണി ജയിക്കും. രണ്ടാമതാരാന്ന നിങ്ങളുടെ ധാരണ? അല്ല പറ, നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ 2000 3000 ആരാന്നാ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു? അല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു. ഞാൻ പത്രക്കാരോടൊക്കെ വേണ്ടി പറ. എന്നാ പത്രസമ്മേളനം. വലിയൊരു തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയത് തെരഞ്ഞെടുപ്പ് നേരിട്ടത് തെറ്റായ ഒരു സമീപനമായി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ. അത് ബിജെപിക്കാരല്ല, ഈ പിന്നെ ആരാ UDF അല്ലാണ്ട് പിന്നെ ആരാത് പിന്നെ ഉന്നയിക്കുന്നു? ഏത് സമൂഹം എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. സമൂഹം ആവശ്യമില്ലാതെ ആളാവാ. നിങ്ങൾക്ക് ഒറ്റക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന്റെ പേരിലിടുക. അങ്ങനെ ഒരു സമൂഹത്തിന്റെ പേരിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉയർത്തി കാണിച്ചിട്ടില്ലല്ലോ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ ഉയർത്തി കാണിച്ചത്. പിന്നെ പ്രതീകാത്മകമായിട്ട് മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് വരുമ്പോൾ പിണറായി തന്നെ വരും. പിന്നെ വരായിരിക്കും പറയാൻ പറ്റുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പിണറായി അല്ലാണ്ട് ഒരാരും പറയാൻ പറ്റുക? അല്ല പിന്നെ ആരാ കുറച്ചായിട്ട് അന്നേരം നമ്മളെല്ലാം ഉൾപ്പെടുത്താം. തിരക്ക് പിടിക്കണ്ട. ഇപ്പൊ പിണറായി തന്നെയാണ് അതിന് മുമ്പിൽ. അപ്പൊ പിണറായിന്റെ തന്നെ വോട്ടം മതി. അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തീരുമാനിക്കും. രണ്ടും മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ്. അത് ഞാൻ തീരുമാനിച്ചില്ല. അത് അന്ന് തീരുമാനിക്കുകയുള്ളൂ. അത് എനിക്ക് മനസ്സിലായി. മലയാളത്തിലെ ചോദിച്ചു. ചോദിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ വ്യക്തിപരമായ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അംഗീകരിക്കുന്ന പാർട്ടിയാണ് CPIM. ജനാധിപത്യ കേന്ദ്രീകരണ തത്വം. പിന്നെ വ്യക്തിപരമായ കേന്ദ്രീകരണം ചെയ്തിട്ടില്ല. ശരി. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. തീരായിട്ടും അനുകൂലമായിട്ടും ഒക്കെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചതിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള നല്ല ആരോഗ്യകരമായ പോരാട്ടമായിരുന്നു ഇപ്രാവശ്യം പൊതുവെ നടന്നത്. അതിന് എല്ലാ മാധ്യമങ്ങളോടും ഞാൻ നേരത്തെ നമ്മുടെ സഖാക്കളോട് നന്ദി പറഞ്ഞ പോലെ കേരളത്തോട് ആകെയും നന്ദി പറയുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തകരോടും നന്ദി അറിയിക്കുക.